നമസ്കാരം. കേട്ടഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാരമ്പര്യവും പരിസരവും എന്നൊരു ടോപ്പിക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന് പ്രകാരമുള്ള 15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സമ്മറി പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം വീഡിയോയിലോട്ട് കിടക്കുക. ഒന്നാമത്തേത്, പിയാഷെയുടെ അഭിപ്രായത്തിൽ 13 മുതൽ 18 വയസ്സ് വരെയുള്ള ഘട്ടം ഏതാണ്? ഹെറ്ററോമി, ബി ഓട്ടോണമി അഡോളസൻസ്, സി സെൻസറി മോട്ടർ, ഡി പ്രീ ഓപ്പറേഷൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓട്ടോണമി അഡോളസൻസ്. രണ്ടാമത്തെ ചോദ്യം, മൂല്യം പഠിപ്പിക്കാനാവില്ല, അത് പിടിച്ചെടുക്കാനേ പറ്റൂ. ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? എ പുസ്തകങ്ങളിലൂടെ പഠിക്കണം, ബി അധ്യാപകർ ഉപദേശിക്കണം, സി മാതൃകകളിലൂടെ പഠിക്കണം, ഡി പരീക്ഷയിലൂടെ നേടണം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, മാതൃകകളിലൂടെ കണ്ടുപഠിക്കണം. മൂന്നാമത്തെ ചോദ്യം, എനിക്ക് 1 ഡസൻ ആരോഗ്യവാന്മാരായ ശിശുക്കളെ തരൂ, ഞാൻ അവരെ പരിശീലനത്തിലൂടെ ഡോക്ടറോ കള്ളനോ ആക്കി മാറ്റാം. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ പിയാഷെ, ബി JB വാട്സൺ, സി ഫ്രാൻസിസ് ഗാൾട്ടൺ, ഡി ഹാവിഗസ്റ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, JB വാട്സൺ. അടുത്ത ചോദ്യം, ഹെറിഡിറ്ററി ജീനിയസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ എ സ്കിന്നർ, ബി ഫ്രാൻസിസ് ഗാൾട്ടൺ, സി റോബർട്ട് ഹാവിഗസ്റ്റ്, ഡി പാവ്ലോവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസിസ് ഗാൾട്ടൺ. അഞ്ചാമത്തെ ചോദ്യം, വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ബി വൈഗോട്സ്കി, സി റോബർട്ട് ഹാവിഗസ്റ്റ്, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, റോബർട്ട് ഹാവിഗസ്റ്റ്. ആറാമത്തെ ചോദ്യം, ഭൗതിക പര്യാവരണത്തിൽ അല്ലെങ്കിൽ പരിസരത്തിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വീട്, ബി അയൽപ്പക്കം, സി കാലാവസ്ഥ, ഡി ആരാധന സ്ഥലങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കാലാവസ്ഥ. ഏഴാമത്തെ ചോദ്യം, കുട്ടികളിൽ യുക്തിചിന്ത വളരുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം, ബി കഠിനമായ പരീക്ഷകൾ, സി ടീച്ചറുടെ ഉപദേശം, ഡി ശിക്ഷ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം. എട്ടാമത്തെ ചോദ്യം, കുറ്റം ചെയ്യുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട രീതി ഏതാണ്? എ പരസ്യമായി ശിക്ഷിക്കുക, ബി സ്നേഹവും ദയയും ചൊരിയുക, സി ക്ലാസ്സിന് പുറത്താക്കുക, ഡി സ്കൂളിൽ നിന്ന് പുറത്താക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്നേഹവും ദയയും ചൊരിയുക. ഒമ്പതാമത്തെ ചോദ്യം, ശൈശവഘട്ടം അല്ലെങ്കിൽ ഇൻഫൻസി ഹാവിഗസ്റ്റ് നിർണയിച്ചിരിക്കുന്നത് എത്ര വയസ്സ് വരെയാണ്? ഓപ്ഷൻ എ 2 വയസ്സ്, ബി 5 വയസ്സ്, സി 10 വയസ്സ്, ഡി 1 വയസ്സ്. ഇൻഫൻസി 2 വയസ്സ് വരെയാണ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, എഴുതാനും വായിക്കാനും കണക്ക് ചെയ്യുവാനുമുള്ള നൈപുണികൾ നേടുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ കൗമാരം, ബി അന്ത്യബാല്യം, സി ശൈശവം, ഡി പ്രീ സ്കൂൾ. ഇത് ചെയ്യുന്നത് ഓപ്ഷൻ ബി അന്ത്യബാല്യം അല്ലെങ്കിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. 11ാമത്തെ ചോദ്യം, വികാസ പ്രവർത്തികൾ യഥാസമയം പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നാൽ ഉണ്ടാവുന്നത് എന്താണ്? ഓപ്ഷൻ എ കൂടുതൽ സന്തോഷം, ബി വികാസ പ്രതിസന്ധി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ഹസാർഡ്സ്, സി ആത്മവിശ്വാസം വർദ്ധിക്കും, ഡി പഠന വേഗത കൂടും. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വികാസ പ്രതിസന്ധി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ഹസാർഡ്. അടുത്ത ചോദ്യം, ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഏത് തരം പ്രതിസന്ധിയിലാണ് വരുന്നത്? എ ശാരീരിക പ്രതിസന്ധി, ബി പുരോഗമന കർത്തവ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, സി പരിവർത്തനഘട്ടം, ഡി ഭാഷാവികാസം.
ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പുരോഗമന കർത്തവ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി. 13ാമത്തെ ചോദ്യം, വികാസ പ്രവർത്തികൾ എന്ന ആശയത്തെ ഡാഷ് എന്നും വിളിക്കാറുണ്ട്. ഓപ്ഷൻ എ ടീച്ചിങ് ടാസ്ക്, ബി ലേണിംഗ് ടാസ്ക്, സി മെമ്മറി ടാസ്ക്, ഡി സ്കൂൾ ടാസ്ക്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ലേണിംഗ് ടാസ്ക്. 14ാമത്തെ ചോദ്യം, ഹാവിഗസ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം എ ആണ് ശരി. 15ാമത്തെ ചോദ്യം, വികാസ പ്രവർത്തികൾ വ്യക്തിയിൽ എന്തിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നു? ഓപ്ഷൻ എ ബുദ്ധി, ബി സ്വത്വം അല്ലെങ്കിൽ സെൽഫ്, സി പാരമ്പര്യം, ഡി ശരീരം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വത്വം അല്ലെങ്കിൽ സെൽഫ്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതാണ്? എ ഹസാർഡ്, ബി ടാസ്ക്, സി ക്രൈസിസ്, ഡി അച്ചീവ്മെൻറ്റ്. ശരി ഉത്തരം സി ആണ്, ക്രൈസിസ് ആണ് അനുഭവിക്കുന്നത്. ജനാധിപത്യ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നത് എപ്പോൾ? എ ശൈശവം, ബി ആദിബാല്യം, സി കൗമാരം, ഡി ബാല്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് കൗമാരം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങളുടെ വീഡിയോയിലേക്ക് ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് മുഖേന എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.